ഇന്നൊരു കൊറിയൻ ബഫറ്റ് പ്ലേസിൽ കഴിക്കാൻ പോയാലോ? ഇന്ന് ആ ബഫറ്റിൻ്റെ കൂടെ ഒരു ട്വിസ്റ്റും കൂടെ ഉണ്ടെങ്കിലോ? ഇങ്ങനൊരു ടേബിളാണ് നമ്മൾ ആദ്യം എടുത്തുക. നമ്മുടെ ടേബിളിൽ തന്നെ ഒരു ബാർബിക്യൂ ഗ്രില്ലർ ഉണ്ട്. ടേബിളിലുള്ള ഈ ഗ്രില്ലറിൽ തന്നെ നമുക്ക് തീ കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നമുക്കിനി മീറ്റൊക്കെ നോക്കാം. ഇറച്ചികളാണെങ്കിൽ നമുക്ക് ചിക്കനുണ്ട്, പോർക്കുണ്ട്, ബീഫുണ്ട്. മാരിനേറ്റ് ചെയ്തതും ചെയ്യാത്തതുമായ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അതേപോലെ ഇവിടെ കുറേ സോസുകൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സോസ് എടുത്ത് ടേബിളിൽ കൊണ്ടുപോയി നമുക്ക് ഇഷ്ടമുള്ള പോലെ മാരിനേറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ എൻ്റെ ബഫറ്റിൽ നിന്ന് കുറച്ച് ഫുഡൊക്കെ എടുത്ത് കഴിച്ചു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ബാർബിക്യൂ ഇട്ട് തുടങ്ങി. അപ്പോൾ നമ്മൾ കുറച്ച് മാരിനേറ്റ് ചെയ്ത മീറ്റും എടുത്തു, അല്ലാത്ത മീറ്റും എടുത്തു. ബാക്കിയുള്ളത് നമ്മൾ സ്വന്തമായി മാരിനേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് സോയ് സോസ്, അവർ ഹൗസ് സോസ് എന്ന് പറഞ്ഞൊരു സോസ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് സിറാച്ച മയോ ഒക്കെ വെച്ചിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് കഴിച്ചു. നല്ല കുറേ സൂപ്പിൻ്റെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സൂപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്താണെന്ന് എല്ലാം ഒന്ന് തുറന്നൊക്കെ നോക്കി. ഇതിനകത്ത് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച സൂപ്പ് പംകിൻ സൂപ്പാണ്. ആദ്യമായാണ് അങ്ങനെ ഒരു സംഭവം കാണുന്നത്. ഇന്ന് അതൊന്ന് കഴിച്ചു നോക്കാമെന്ന് ഓർത്തു. ഞാൻ കഴിച്ചു നോക്കി. നല്ല മധുരമുള്ള ടൈപ്പ് ഒരു സൂപ്പ്. ഇത്രയും കഴിച്ചു കഴിഞ്ഞിട്ട് ഇനിയും വയറ്റിൽ സ്ഥലം ഉണ്ടെങ്കിൽ ഐസ്ക്രീമും ഉണ്ട് കേട്ടോ. കൊറിയൻ ബിങ്സു എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം നമ്മുടെ പാല് ഷേവ് ചെയ്ത ഐസ് പോലെ വരും. അതിനകത്ത് നമ്മൾ കുറച്ച് ടോപ്പിങ്സും കാര്യങ്ങളൊക്കെ ഇട്ട് എടുക്കുന്നതാണ്. ഇതും പോരെങ്കിൽ സാധാ ഐസ്ക്രീമിൻ്റെ ഓപ്ഷനും ഇവിടെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ല കളർഫുള്ളായിരുന്നു. ഇവിടെ കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.